ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാവുന്നതിനിടെ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ഇന്ന് നടക്കുകയാണ്. 11:30 പുതിയ സംസ്ഥാന കാര്യാലയത്തിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുക. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, തർക്കങ്ങളില്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമിട്ടാണ് കേരളത്തിൽ നിന്നല്ലാതെ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു മുഖത്തെ പാർട്ടിയുടെ സംസ്ഥാനത്തെ മേധാവിയായി കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിപ്പോൾ അതിനേക്കാൾ വലിയ തർക്കത്തിലേക്ക് പോവുകയാണ്. ഒരു കോർപ്പറേറ്റ് സ്വഭാവം വരുന്നു പാർട്ടിക്ക് എന്ന പരാതിയൊക്കെ ഉയരുമ്പോൾ എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തർക്കങ്ങളില്ലാതെ ഐക്യത്തോടെ പോവുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ? തർക്കങ്ങളില്ലാതിരിക്കാനാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അവിടെ സഹമന്ത്രിയൊക്കെ പ്രവർത്തിച്ച ദീർഘകാല എം പി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖരെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇവിടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കൊണ്ട്, ഗ്രൂപ്പ് തർക്കം കൊണ്ട് വലിയ തലവേദന ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിലുണ്ടായിരുന്ന സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കളെ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ തലവേദനയെ മാറുന്നു എന്നാണ് ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം അദ്ദേഹം പൂർണ്ണമായും മറ്റൊരു തലത്തിലേക്കും മറ്റൊരു ശൈലിയിലേക്കും ബി.ജെ.പിയുടെ പ്രവർത്തനത്തെ മാറ്റുകയാണ്. നേരത്തെ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് ബി.ജെ.പി പോകുന്നു. സംസ്ഥാന അധ്യക്ഷ തീരുമാനിച്ചെങ്കിലും മറ്റു ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ഭാരവാഹികൾ തീരുമാനിക്കേണ്ടത്. ഇതുവരെ അത് തീരുമാനമായിട്ടില്ല. അതുകൂടി പരിഗണിക്കാനാണ് ഇന്ന് കോർ കമ്മിറ്റി യോഗം ചെയ്തത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഇപ്പോഴത്തെ ഭാരവാഹികളുമാണ്. പക്ഷേ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രനെയും വി മുരളീധരനും അടക്കമുള്ള നേതാക്കളെ ഈ കോർ കമ്മിറ്റി ക്ഷണിക്കാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു തർക്ക വിഷയമായി നിൽക്കുന്നത്. അതിന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മറുപടിയും വളരെ കൗതുകകരമായിരുന്നു. എല്ലാവരെയും എല്ലാ യോഗങ്ങളിലേക്കും ക്ഷണിക്കേണ്ട കാര്യമില്ല, പ്രധാനപ്പെട്ട നേതാക്കൾ യോഗം ചേർന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയത് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. മാത്രമല്ല യുവമോർച്ചയുടെയും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെയും ബി.ജെ.പിയുടെ പ്രധാന പോഷക സംഘടനകളാണ്, സജീവമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുമാണ്. ആ സംഘടനകളുടെ ഭാരവാഹികൾ തീരുമാനിക്കുന്നതിലും വലിയ അതൃപ്തിയുണ്ട്. അതൊരു ടാലന്റ് ഹണ്ടിലൂടെ, നേരത്തെ രാഹുൽ ഗാന്ധി ACCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരെയും മറ്റും തെരഞ്ഞെടുത്ത ഒരു ടാലന്റ് ഹണ്ടിലൂടെയാണ് ബി.ജെ.പിയും ഈ യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ അധ്യക്ഷത തീരുമാനിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇത് ബി.ജെ.പിയുടെ രീതിയല്ല, ഇത് കോർപ്പറേറ്റ് രീതിയാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു വൻകിട വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് രീതിയിലേക്ക് ബി.ജെ.പി കൊണ്ടുപോകുന്ന വിമർശനമാണ് മറ്റു പാർട്ടിക്കാർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഒരു വിഭാഗത്തിന് മാത്രം, പി.കെ. കൃഷ്ണദാസ് വിഭാഗമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം നിൽക്കുന്നത്. പി.കെ. കൃഷ്ണദാസും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും എസ് സുരേഷിനെ പോലെ സംസ്ഥാന സെക്രട്ടറി മാത്രമായിട്ട് ഒരാളെ കോർ കമ്മിറ്റി പങ്കെടുപ്പിക്കുന്നു. കോർ കമ്മിറ്റിയുടെ അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിമാർ പങ്കെടുക്കേണ്ട സാഹചര്യമില്ല. അങ്ങനെ പങ്കെടുപ്പിക്കുന്നു. പൂർണ്ണമായും വിഭാഗീയ നീക്കങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്നാണ് ബി.ജെ.പിയുടെ സുരേന്ദ്രപക്ഷത്തിന്റെയും മറ്റു വിഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട പരാതി. കോർ കമ്മിറ്റി ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പലയിടത്തും സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ മുരളീധര വിഭാഗത്തെയും അതിലെ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നവരെയൊക്കെ പൂർണ്ണമായും വെട്ടിനിരത്തി എന്നൊരു പരാതി കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേതാക്കളുടെ പേര് പറഞ്ഞു തന്നെയാണ് ഈ ടാലന്റ് ഹണ്ടിൽ നേതാക്കളെ വിളിച്ചപ്പോൾ പോലും യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, മഹിളാ മോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഒഴിവാക്കി. തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ് സജിത്ത്, പത്തനംതിട്ട നിതിൻ ശിവ, കണ്ണൂരിലെ അരുൺ കുട്ടിയൂർ, അങ്ങനെ കാസർഗോഡ് അഞ്ജു ജോസ്റ്റി തുടങ്ങി മുരളീധര സുരേന്ദ്ര അനുകൂലികളെ പൂർണ്ണമായി ഒഴിവാക്കിയത് മഹിളാ മോർച്ചയുടെ കാര്യത്തിലുമുണ്ട്. തിരുവനന്തപുരത്ത് രാഗേന്ദു അടക്കമുള്ളവരെ ഇത്തരത്തിൽ ഒഴിവാക്കി എന്നാണ് പരാതി. അതായത് ടാലന്റ് ഹണ്ട് നടത്തുമ്പോഴും പൂർണ്ണമായും കഴിവുള്ളവരെ ക്ഷണിക്കുകയല്ല, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയല്ല, പകരം ഗ്രൂപ്പ് താല്പര്യം ഒഴിവാക്കി ടാലന്റ് ഹണ്ടിൽ നേതാക്കളെ പങ്കെടുപ്പിക്കുന്നു എന്നൊരു പരാതി കൂടി സുരേന്ദ്ര പക്ഷത്തിനും അതുപോലെ വി മുരളീധര പക്ഷത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത എതിർപ്പ് ഉയർത്താനാണ് അവരുടെ നീക്കം. ഇന്നത്തെ കോർ കമ്മിറ്റി വളരെ നിർണായകമാണ്. രാവിലെ 11 മണിയോടുകൂടി ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി ആസ്ഥാനത്താണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. അടുത്ത ആഴ്ച അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തുന്നുമുണ്ട്. അമിത്ഷാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൂടി ലക്ഷ്യമിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ വലിയൊരു തലവേദന കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തർക്കങ്ങളില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് എത്രത്തോളം സാധിക്കും എന്നതും അറിയാം. നമുക്ക്